അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം, ഏറ്റവും പ്രധാനമായിട്ട് റബ്ബിനെ അറിയുക. എങ്ങനെ റബ്ബിനെ അറിയാം? ഒന്ന്, ചിന്തയിലൂടെ, നിരന്തരമായ ചിന്ത, ഈ ലോകത്തെപ്പറ്റി ചിന്തിക്കുക. ഈ ലോകത്തിൻ്റെ വ്യവസ്ഥാപിതമായ സൃഷ്ടിജാലങ്ങളെപ്പറ്റി ആലോചിക്കുക. അതുപോലെ നമ്മളെപ്പറ്റി ആലോചിക്കുക. നമ്മൾ നന്നാവാൻ വേണ്ടി അള്ളാഹു ഇറക്കിത്തന്ന പരിശുദ്ധ ഖുർആനെ പറ്റി ചിന്തിക്കുക. അത് വിശദീകരിച്ച് തരുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി ചിന്തിക്കുക, പഠിക്കുക. അപ്പോൾ ഈ ചിന്ത നമ്മളെ കൂടുതൽ റബ്ബിലേക്ക് എത്തിക്കും. പിന്നെ റബ്ബിനെ അറിയുക എന്നത് അള്ളാഹുവിൻ്റെ നാമങ്ങളിലൂടെ, അവൻ്റെ വിശേഷണങ്ങളിലൂടെ. റബ്ബിൻ്റെ നാമങ്ങൾ നമ്മൾ അറിയണം. ഒരു ദിവസം ഒരു നാമത്തെപ്പറ്റി ചിന്തിക്കാൻ ഒരുങ്ങിയാൽ തന്നെ വലിയ കാര്യമാണ്. അങ്ങനെ ധാരാളം നാമങ്ങളുണ്ട് അള്ളാഹുവിന്, ധാരാളം വിശേഷണങ്ങളുണ്ട്. ഇങ്ങനെയുള്ള ആ റബ്ബിൻ്റെ ആ വിവരണങ്ങളൊക്കെ വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ റബ്ബ് പറഞ്ഞ കാര്യമനുസരിച്ച് നമ്മൾ ജീവിക്കുകയും ചെയ്യുക. അതാണ് റബ്ബിലേക്ക് അടുക്കാനുള്ള മറ്റൊരു വഴി.